എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്ക് കുറച്ച് മുത്തൊക്കെ പിടിപ്പിച്ച് ഒരു കളർഫുൾ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കിയാലോ? ഓക്കെ, നോക്കാം. അപ്പോൾ ദാ എൻ്റെ കയ്യിലുള്ള എല്ലാ ആങ്കർ ത്രെഡും പറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാനൊന്നും പുതിയതായിട്ട് വാങ്ങിച്ചിട്ടില്ല. ഒക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദാ റിങ്ങിൽ ഫുള്ള് ഞാൻ ബ്ലൂ കളർ ആങ്കർ ത്രെഡ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെബ് ഉണ്ടാക്കാം. വെബ് ഉണ്ടാക്കുന്നത് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്നാലും പിന്നെയും കാണുമ്പോൾ രസമല്ലേ. നമുക്കപ്പോൾ ഇത് ചുറ്റി വരാനായിട്ട് കുറച്ചധികം സമയം എടുക്കും. അതുവരെ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാം. ഇങ്ങനെ ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിൽ നിങ്ങൾക്ക് ചീടിൻ്റെ സൗണ്ട് കേൾക്കാം, തവളയുടെ കോൺസേർട്ട് കേൾക്കാം. ഇപ്പം മഴ ആയതുകൊണ്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല രസമാണ്. ഒന്ന് കേട്ടു നോക്കി. അപ്പം മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതാ നമ്മൾ അവസാനത്തെ വെബിൻ്റെ ലൂപ്പ് ഇതെങ്ങനെ ഇട്ടിട്ട് നെക്സ്റ്റ് ലൂപ്പ് നമ്മൾ ഫസ്റ്റ് ചെയ്ത ലൂപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് വലിക്കണം. ഓക്കെ, ഇനി നമുക്ക് ബീഡ്സ് ആഡ് ചെയ്ത് തുടങ്ങാം. ബീഡ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊണ്ടയിൽ കിച്ചുണ്ട്. ഓക്കെ, മൈൻഡ് ആക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് മുത്ത് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ ഈ ആങ്കർ ത്രെഡ് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് അവസാനം വരെ ഒറ്റ ത്രെഡ് വെച്ച് ചെയ്യാനാണ്. വേറെയും കളേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പോൾ സിംഗിൾ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇടയിൽ വെച്ചിട്ട് കട്ട് ചെയ്താൽ പിന്നെ ഒരു ജോയിൻറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിംഗിളായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ കുറച്ച് ലെങ്ത് ആകുമ്പോൾ ഇങ്ങനെ കുറച്ചധികം വലിക്കേണ്ടി വരുന്നുള്ളൂ. പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാ ബീഡ്സ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ ഒന്നും കൂടി ചെയ്ത് കൊടുക്കാം. അങ്ങനെ അവസാനം ഈ വെബ് തീരുന്ന വരെയും ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെന്താ, വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്ന ദിവസം നല്ല മഴയായിരുന്നു. എന്താണെന്നറിയില്ല, ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന ദിവസമായിരിക്കും മഴ പെയ്യുക. നോക്കുമ്പോഴാണ് ഇടയ്ക്ക് ലൈറ്റ് പോവും വരും. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് ലൊക്കേഷൻ മാറ്റാം. നല്ല ലൈറ്റിംഗ് ഉള്ള സ്ഥലത്തൊക്കെ വെച്ച് ചെയ്യാം. അപ്പോൾ ലൈറ്റിൻ്റെ കാര്യം അങ്ങനെ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാനായിട്ട് ബീഡ്സ് ആഡ് ചെയ്യുന്നതിൻ്റെ സ്റ്റാർട്ടിങ് മാത്രമേ ഞാൻ സ്ലോയിലിട്ടിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ സ്പീഡിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര ലാഗാവും. നമ്മൾ പതുക്കെ ചെയ്യുമ്പോൾ സമയമെടുത്ത് ചെയ്യണമല്ലോ. നിങ്ങളെ ബോറടിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നെക്സ്റ്റ് റോ നമ്മളെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ആ ബീഡിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് അടുത്ത ലൂപ്പ് ഇടണം. അപ്പോഴാണ് ഈ ബീഡ് വന്ന് കറക്റ്റ് സെൻറ്ററിൽ വന്ന് നിൽക്കുക. അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ ഈ സ്പീഡിൽ കാണിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 8 കാലി വല ഉണ്ടാക്കുന്നത്. പണ്ട് ഇതുപോലെ പുറത്ത് 8 കാലി വല ഉണ്ടാക്കുന്നത് നോക്കിയിരിക്കും. അപ്പോൾ അത് ഈ സ്പീഡിലാണ് ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ് എത്ര സ്പീഡിൽ ചെയ്യണേന്ന്. പക്ഷെ എനിക്ക് 8 കാലിന് പേടിയാണ്. അപ്പോൾ ഞാൻ അറിഞ്ഞില്ലല്ലോ ഭാവിയിൽ ഞാനും ഇങ്ങനെ വല കിട്ടും. എന്തല്ലേ. ഈ ബീഡ്സ് കുറേ നാളായി എൻ്റെ കയ്യിലിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ അമ്മ പറയും, ഇത് കുറേ ഉണ്ടല്ലോ, ആവശ്യമില്ലാത്തതൊക്കെ കളഞ്ഞൂടെ എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയും പറ്റില്ല, ഇതെല്ലാം എൻ്റെ പണി സാധനങ്ങളാണ്.
എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വരും. അങ്ങനെ എന്നോ എടുത്തു വെച്ച മുത്തുകൾ ഇപ്പോഴാണ് ഞാൻ പുറത്തെടുത്തത്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഒരു കളർഫുള്ളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ സിംഗിളായിട്ടുള്ള ഏതെങ്കിലും കളറൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. ഇപ്രാവശ്യം നമുക്ക് കളറാക്കാന്നേ. അപ്പം കയ്യിലുണ്ടായിരുന്ന എല്ലാ ആങ്കർ ത്രെഡും എടുത്തിട്ടുണ്ട്, എല്ലാ കളേഴ്സും. ഇതിൽ ഞാനിപ്പോൾ ഗ്രീന്, ലൈറ്റ് റോസ് കളറും പിന്നെ യെല്ലോ കളർ ബീഡാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്യുന്നത്. നോക്കാം എങ്ങനെയാവുമെന്ന് നമുക്ക് നോക്കാം ലാസ്റ്റ്. ചില സമയത്ത് ഭയങ്കര പ്ലാനിങ് ഒന്നും ആക്കാണ്ട് റാൻഡമായിട്ട് ചെയ്യില്ലേ, ചിലപ്പോൾ അതായിരിക്കും രസമാവുക. അപ്പോൾ നമുക്കിത് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് അല്ലേ. എന്നാൽ കുറച്ച് നേരം ഞാൻ വല കെട്ടുന്നത് നോക്കിയിരിക്കും. പെട്ടെന്ന് എന്തെങ്കിലും മാറ്റം ശ്രദ്ധിച്ചായിരുന്നു. കയ്യിൽ മൈലാഞ്ചി നെയിൽ പോളിഷൊക്കെ വന്ന് ഒരു രസം. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നല്ല മഴയാണ്. എന്തായാലും മൈലാഞ്ചി കിട്ടാല്ലേ, നമുക്കൊരു എസ്തറ്റിക് വീഡിയോ കണ്ടിട്ട് വരാം. അങ്ങനെ ഇനി എന്തായാലും നമുക്ക് ടാസൽ ഉണ്ടാക്കാം. ടാസൽ ഉണ്ടാക്കാനായിട്ട് ഇതാ ആങ്കർ ത്രെഡ് എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ നേർപകുതി അങ്ങനെ ഹാഫ് ഇതാ ഹാഫ് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെയിം കളർ ത്രെഡ് വെച്ചിട്ട് തന്നെ മിഡിലിൽ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇപ്പോഴും നല്ല മഴയുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ദാ ഇങ്ങനെ മിഡിലിൽ കെട്ടാം. ഇതേപോലെ എല്ലാ കളേഴ്സും നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ ഈ നൂലിന് ഇത്ര കട്ടി വേണമെന്നില്ല. നമുക്കത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതിപ്പോൾ ഇതിൽ 6 എണ്ണം ഉണ്ടാവും പ്ലൈ. നമുക്ക് 6 എണ്ണം വേണ്ട, നമുക്ക് 2 എണ്ണം മതി. അതങ്ങനെ എടുത്തിട്ട് സൂചി കോർത്തിട്ട് അറ്റം ഒന്ന് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ കുറച്ച് ഇരുട്ടായടോ, കണ്ട ലൈറ്റ് ചതിച്ചത് തന്നെ. ശരി, കുറച്ച് കഴിയുമ്പോൾ ലൈറ്റ് വരും. ഓക്കെ, അപ്പോൾ അതാ ഈ എൻഡും ആ എൻഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ഹാഫായിട്ട് മടക്കിയിട്ട് അങ്ങനെ പിടിച്ചിട്ട് സൂചി കയറ്റാം. എന്നിട്ട് നമ്മൾ കെട്ടിക്കൊടുത്തില്ലേ, ആ കെട്ടിക്കൊടുത്തതിൻ്റെ ഇടയിൽ കൂടെ സൂചി ഇങ്ങനെ കയറ്റിയിട്ട് ഇതാ ഇങ്ങനെ ലോക്കാക്കാം. അപ്പോൾ അതവിടെ സെറ്റായിരുന്നു. എന്നിട്ടൊരു 3-4 റൗണ്ട് കറക്കി കൊടുക്കാം. എന്നിട്ട് സൂചി വെച്ചിട്ട് ഒരു 2 കെട്ടിട്ട് കൊടുക്കാം. അത്രേ ഉള്ളൂ പണി. അപ്പോൾ അതാ കെട്ടിട്ട് കഴിഞ്ഞിട്ട് അറ്റം ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാം, ഒരു ലെവലാവാൻ വേണ്ടിയിട്ട്. കണ്ടോ, സിമ്പിളല്ലേ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. എന്നിട്ട് വരാം.
എല്ലാ ടാസിലും ചെയ്യണത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അത് ഒരേ സ്റ്റെപ്പിന് പിന്നെയും പിന്നെയും ചെയ്യുമ്പോൾ ബോറടിക്കില്ലേ. രണ്ടെണ്ണം കാണിച്ചു തരാം. ബാക്കി ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുണ്ട്. ഒരു ട്രാൻസിഷനാണ് ഞാൻ വിചാരിച്ചത്. കുഴപ്പമില്ല, ഒരു ഫ്ലോയിൽ വന്നു. അപ്പം നമുക്കിതൊന്ന് പ്ലേസ് ചെയ്ത് നോക്കാം എങ്ങനെ വരണമെന്ന്. ഇത് ഒരേ കളർ അടുപ്പിച്ച് വരാണ്ട് ജസ്റ്റ് അതിന് വേണ്ടി ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ച് നോക്കിയതാട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ പണി. എന്നിട്ട് എല്ലാം കൂടി ഞാത്തിട്ടു. ഇത്രേ ഉള്ളൂ പണി, കഴിഞ്ഞു. അതിൻ്റെ അവസാനത്തെ ടാസലിൽ മാത്രം ഒരു നോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഊരിപ്പോവും. ഓക്കെ, മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. പിന്നെ എന്തെടുത്താലും എന്തുണ്ടാക്കിയാലും ഒരു എസ്തറ്റിക് വീഡിയോ അവസാനം എടുക്കണമല്ലോ. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ബൈ ബൈ.